പ്രിയപ്പെട്ട 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, എടാ SDK സാറിന്ന് ഒരുപാട് വർക്കുകൾ ചെയ്യായിരുന്നു കേട്ടോ. ആ വർക്കുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ അറിയോ? ഇന്നും ഇന്നലെയുമായിട്ട് പല മക്കൾക്കും ക്രിസ്മസ് എക്സാമിന്റെ ആൻസർ പേപ്പറുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി നാളെയും മറ്റന്നാളും ആയിട്ട് പല പേപ്പറുകളും കിട്ടാൻ നിൽക്കുകയായിരിക്കും അല്ലേ? പല മക്കൾക്കും പ്രതീക്ഷക്കൊത്ത് മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ചിലർക്ക് 80-ൽ 10ഉം 20ഉം 30ഉം മാർക്ക് കിട്ടിയവരുണ്ടാവും. ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ മാർക്ക് 40ഉം 45ഉം 50 മാർക്ക് കിട്ടിയ കുട്ടികളുണ്ടാവും 80 മാർക്കിന്റെ എക്സാമിന് അല്ലേ? ഇതേപോലെ 40 മാർക്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിന്ദി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾക്കൊക്കെ 25ഉം 28ഉം 30ഉം മാർക്ക് കിട്ടിയ കുട്ടികളൊക്കെ ഉണ്ടാവും. നിങ്ങൾ പല ആളുകളും സങ്കടപ്പെട്ടിരിക്കുക. കാരണം ഞാൻ എന്തുകൊണ്ട് എനിക്ക് ഈ മാർക്ക് കുറഞ്ഞു? കാരണം രാവും പകലും ഞാൻ അധ്വാനിച്ച് പഠിച്ചിട്ടുണ്ട്, ഒരുപാട് ഫങ്ഷൻസ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് പഠിച്ചിട്ടും എനിക്ക് ഈ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് എന്തുകൊണ്ട് ഈ മാർക്ക് കിട്ടി? എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണോ യഥാർത്ഥ കാരണം? ഞാൻ പഠിച്ചതിലുള്ള വ്യത്യാസങ്ങളാണോ? അതോ ഞാൻ എക്സാമിന് ആൻസർ എഴുതിയപ്പോൾ ഞാൻ ചെയ്ത രീതിയിലുള്ള മാറ്റങ്ങളാണോ? എന്തുകൊണ്ട് എനിക്ക് മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പല ആളുകളും ബുദ്ധിമുട്ടുന്ന, അലോസരപ്പെടുന്ന ഒരു കാലഘട്ടം അല്ലെ, ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ മക്കളോട് പറയാനുള്ളത് എന്താണെന്ന് അറിയോ? മക്കളെ, കഴിഞ്ഞത് ഇത്രയും കാലം നിങ്ങൾ എന്തു ചെയ്തു എന്നതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലേ? കാരണം ഈ 40ഉം 45ഉം കിട്ടിയ കുട്ടികളൊക്കെ ഉറപ്പായിട്ടും ഈ വരുന്ന പബ്ലിക് എക്സാമിന് A+ന് അർഹതയുള്ള കുട്ടികളാണ്. ഇപ്പൊ 40 മാർക്കിന്റെ വിഷയത്തിൽ 25-28 കിട്ടിയ കുട്ടികൾക്കൊക്കെ എന്തായാലും A+ കിട്ടും. അതിനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ട്. പക്ഷെ അത് എങ്ങനെ പ്രയോഗിക്കണം എന്നാണ് നിങ്ങൾക്ക് അറിയാത്തത് അല്ലേ? അപ്പൊ ഇനി എന്ത് ചെയ്യുന്നു? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? പക്ഷെ പ്രധാനപ്പെട്ട 2 മാസങ്ങൾ, ആ 2 മാസം നമ്മൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്? പഠിക്കേണ്ടതുണ്ട്. അതിന് നമ്മളൊരു സ്പെഷ്യൽ സംഭവം നമ്മൾ എന്ത് ചെയ്യാണ്? അനൗൺസ് ചെയ്യാണ്. നമ്മളെ MS സൊല്യൂഷന്റെ RMS പ്രീമിയം ബാച്ച് വളരെ പെട്ടെന്ന് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു? തുടങ്ങാണ്. എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത് എന്താ RMS പ്രീമിയം ബാച്ചിന്റെ പ്രത്യേകത അറിയോ? ഇപ്പൊ ഇങ്ങോട്ട് നോക്കി, ഈ മാർക്ക് വാങ്ങിയ കുട്ടികളുണ്ടല്ലോ, ഈ മാർക്ക് വാങ്ങിയ കുട്ടികൾക്ക് എന്ത് ആയാലും A+ കിട്ടാൻ സാധ്യതയുള്ള കുട്ടികളാണ്. അപ്പൊ അവരവർ അതിലേക്ക് എന്ത് ചെയ്യണം? എത്തിക്കണം. അതിനുള്ള പ്രധാനപ്പെട്ട മെയിൻ ഫീച്ചേഴ്സ് കൊടുക്കുന്ന ഒരു ക്ലാസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത് ആപ്പിൽ. എന്തൊക്കെ അതിന്റെ പ്രത്യേകതകൾ നോക്കി നമ്മളെ എക്സാം ബേസ്ഡ് ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് കൊടുക്കും. ഓരോ സബ്ജക്റ്റിന്റെയും ഓരോ ചാപ്റ്ററും കീറി മുറിച്ചിട്ട് ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കും. ആ സബ്ജക്റ്റ് കഴിഞ്ഞാൽ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ക്വസ്റ്റ്യൻസ് മാത്രമല്ല, അതിനേക്കാൾ ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ്. അപ്പൊ മരല്ല, ഇനി മഴ പെയ്താലും ഇനി മല പെയ്താലും എൻ്റെ മക്കൾക്ക് അടിപൊളിയായിട്ട് അതിന് സ്കോർ ചെയ്യാൻ കഴിയും. ഇനി ഇതേപോലെ തന്നെ സ്പെഷ്യൽ വീഡിയോ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. എന്തുമായി ബന്ധപ്പെട്ട്? ഡെറിവേഷൻസ്, ഇക്വേഷൻ, ഡയഗ്രാം. ഇപ്പൊ മാത്സിൽ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്, അതിന്റെ ഒരു സ്പെഷ്യൽ വീഡിയോ. ബയോളജിയിൽ ഒരുപാട് ഡയഗ്രാംസ് പഠിക്കേണ്ടതുണ്ട് അല്ലെ? കാഴ്ചയെ കുറിച്ചും കേൾവിയെ കുറിച്ചുള്ളതൊക്കെ. അപ്പൊ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ ബന്ധപ്പെട്ടിട്ട് സ്പെഷ്യൽ വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആപ്പിൽ കൊടുക്കുന്നുണ്ട്. അത് കണ്ടുപോകുന്ന ഒരു കുട്ടിക്ക് നല്ലൊരു സ്കോർ ചെയ്യാൻ കഴിയും അല്ലേ? ഇതേപോലെ തന്നെ ക്വിക്ക് റിവിഷൻ നോട്ട്, എക്സാമിന് വേണ്ട പ്രധാനമായിട്ടുള്ള ഒരു ക്വിക്ക് റിവിഷൻ നോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഇതിനോടൊപ്പം എന്ത് കൊടുക്കുന്നുണ്ട് അറിയോ? ഒരു മൈക്രോവേറ്റ്, ഇതിനേക്കാൾ ഏറ്റവും ചെറിയതായിട്ടുള്ള ഒരു മൈക്രോവേറ്റ് കൊടുക്കും. ഒരു ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് നോട്ട് അതിലുണ്ടാവും, ഒരു ചാപ്റ്ററിന്റെ. അപ്പോൾ ചില കുട്ടികൾക്ക് അത് കോപ്പി അടിക്കാനുള്ളതല്ല കേട്ടോ, അത് കറക്റ്റായിട്ട് പഠിക്കാനുള്ളതാണ്. ആ രീതിയിലുള്ള മൈക്രോവേറ്റുകൾ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് സുഖമായിട്ട് പഠിക്കാൻ പറ്റും. മൈൻഡ് മാപ്പുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഫുൾ മാർക്ക് ക്രാക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട സിസ്റ്റം, ക്വസ്റ്റ്യൻസും മറ്റുള്ള കാര്യങ്ങളും, എക്സാമുകളും, അതേപോലെ തന്നെ ട്രിക്കുകളും കോഡുകളും ഉപയോഗിച്ചിട്ടുള്ള ക്ലാസ്സുകൾ. ഇതേപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടും പറയാനുള്ള കരിയർ ഗൈഡൻസ്. അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്, ഇനി ഏത് വിഷയം എടുക്കണം. ആ രീതിയിൽ ഭാവിയിൽ നീറ്റോ കീമോ എൻട്രൻസ് എഴുതണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ടിട്ട് കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിവുകൾ കിട്ടേണ്ട ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനോടൊപ്പം എക്സ്ക്ലൂസീവ് മെന്റർഷിപ്പ് ബൈ മിസ്റ്റർ MSR അല്ലേ? നമ്മളെ MS-ന്റെ ഏറ്റവും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് MS ആണ് നിങ്ങൾക്ക് മെന്റർഷിപ്പ് തരിക. എങ്ങനെ 10ാം ക്ലാസ്സിൽ പഠിക്കണം, ഏതൊക്കെ വിഷയങ്ങൾ, മാത്സ് പഠിക്കേണ്ട പോലെയല്ല ഫിസിക്സ് പഠിക്കേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ നിങ്ങളുടെ സ്വന്തം MS ഉണ്ടാവും. MS ആണ് നിങ്ങളെ മെന്റർ. അപ്പൊ MS മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഡയറക്റ്റ് MS-ആയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എൻ്റെ മക്കൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. വെറും 4000 രൂപ കൊടുത്തിട്ട് നമ്മളെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. വളരെ പെട്ടെന്ന് മാക്സിമം എൻ്റെ എല്ലാ മക്കളും എന്ത് ചെയ്യണം? ബാച്ചിൽ ജോയിൻ ചെയ്യുക. അതിന് ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? നമ്മളെ കമന്റ് ബോക്സിൽ ബയോയിൽ എന്തുണ്ട്? നമ്മളെ ഒരു രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ട്, അതിൽ പോയിട്ട് എന്ത് ചെയ്യുക? ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ ഡയറക്റ്റ് നിങ്ങൾക്ക് കോൾ വരും. നിങ്ങൾക്ക് അങ്ങനെ രജിസ്റ്റർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. എന്ത് കാര്യങ്ങളപ്പം എന്ത് ചെയ്യും? കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. RMS-ന്റെ പ്രീമിയം ബാച്ചിൽ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് മക്കൾ ജോയിൻ ചെയ്യുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ടങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടണം, നമുക്ക് അത്യുന്നതങ്ങളിൽ എത്തണം. അതിന് വേണ്ടിയിട്ടാണ് സാർ വീഡിയോ ചെയ്തത്. മക്കളെല്ലാവരും ഉഷാറാവാം. മാക്സിമം എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ.